morning, students. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്. Using D'Albert's method, find the displacement of vibrating string of unit length having fixed ends with initial velocity 0 and initial deflection f of x equal to a into x minus x square. അപ്പോൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ D'Albert സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ എഴുതണം. ആ D'Albert സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ എന്താണ്? y of xt is equal to 1/2 into f of x plus ct plus f of x minus ct. ഇതാണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ. ആ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചു. ഇനി അതിനുശേഷം എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 into ഇവിടെ f of x എന്ന് പറഞ്ഞാൽ എന്താണ്? a into x minus x square ആണ്. അപ്പൊ f of x plus ct എന്തായിരിക്കും? ഈ x ന്റെ സ്ഥാനത്ത് x plus ct കൊടുത്താൽ മതി. a into x plus ct minus x plus ct the whole square plus അതുപോലെ തന്നെ a into x plus ct മൈനസ് ഇവിടെ രണ്ടാമത്തേൽ x minus ct മൈനസ് x minus ct the whole square. ഇവിടെ എന്താ ചെയ്ത് നോക്കിയേ? ആദ്യം നമ്മൾ D'Albert സൊല്യൂഷൻ വേവ് ഇക്വേഷൻ എഴുതി 1/2 into f of x plus ct plus f of x minus ct എഴുതി. അതിനുശേഷം ഈ f of x എന്നുള്ള നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതിൽ x ന് പകരം x plus ct റീപ്ലേസ് ചെയ്തു. അപ്പൊ a into x plus ct minus x plus ct the whole square. ഇനി x minus ct ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? x ന്റെ സ്ഥാനത്ത് x minus ct കൊടുത്തു. x minus ct the whole square. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ ഈ രണ്ടിലും a കോമൺ ആയിട്ടുണ്ട്. a നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ a/2 into ഇവിടെ x plus ct ആണ് മൈനസ് ഈ x plus ct ഹോൾ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x സ്ക്വയർ പ്ലസ് c സ്ക്വയർ t സ്ക്വയർ പ്ലസ് 2x ct ഇത് വരും. പ്ലസ് ഇവിടെ നമുക്ക് x മൈനസ് ct മൈനസ് x സ്ക്വയർ പ്ലസ് c സ്ക്വയർ t സ്ക്വയർ മൈനസ് 2x ct നമ്മൾ സ്ക്വയർ ചെയ്തു. ഇനി നോക്കാം a/2 into x plus ct ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാം. മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ ടി സ്ക്വയർ മൈനസ് 2x ct പ്ലസ് ഇവിടെ നമുക്ക് എക്സ് മൈനസ് സി ടി മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ ടി സ്ക്വയർ പ്ലസ് 2x ct. ഇനി സിമ്പിൾ ക്യാൻസൽ ചെയ്യേണ്ടത് ക്യാൻസൽ ചെയ്ത് കളയാം. That is equal to a/2 into x plus ct minus x square c square t square 2x ct. ഇവിടെ ഒരു മൈനസ് 2x ct ഉണ്ട്. ഇവിടെ ഒരു പ്ലസ് 2x ct ഉണ്ട്. ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വരുന്നുണ്ടോ നോക്കാം. ഇവിടെ ഒരു പ്ലസ് ct ഉണ്ട്. ഇവിടെ ഒരു മൈനസ് ct ഉണ്ട്. അത് ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വരുന്നുണ്ടോ നോക്കിയേ. ഇവിടെ c square. അപ്പോ ആദ്യത്തെ ടേം x, ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട്. അപ്പൊ നമുക്ക് x കൂട്ടുമ്പോൾ 2x. അപ്പൊ ഈ x കൊടുത്തു, ഈ x കൊടുത്തു. ഇനി ct നമുക്ക് ക്യാൻസൽ ആക്കി കളഞ്ഞു. ഈ x സ്ക്വയർ ഇവിടെ ഉണ്ട്, അവിടെ ഒരു x സ്ക്വയർ ഉണ്ട്. അപ്പൊ മൈനസ് 2x സ്ക്വയർ വന്നു. ഈ x സ്ക്വയർ കൊടുത്തു, ഈ x സ്ക്വയർ കൊടുത്തു. ഇനി നമുക്ക് എന്താണ് ക്യാൻസൽ ആക്കാനുള്ളത്? ഇവിടെ മൈനസ് സി സ്ക്വയർ ടി സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് സി സ്ക്വയർ ടി സ്ക്വയർ ഉണ്ട്. അപ്പൊ മൈനസ് 2c സ്ക്വയർ ടി സ്ക്വയർ മൈനസ് ഈ സി സ്ക്വയർ ടി സ്ക്വയർ എടുത്തു, സി സ്ക്വയർ ടി സ്ക്വയർ എടുത്തു. ഇനി ഒന്നും എടുക്കാനില്ലല്ലോ, ഇല്ല. നമ്മൾ ക്ലോസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോ x പ്ലസ് സി ടി മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ ടി സ്ക്വയർ മൈനസ് 2x ct. ഇവിടെ x മൈനസ് സി ടി മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ ടി സ്ക്വയർ 2x ct. ഇതിൽ 2x ct 2x ct ക്യാൻസൽ ചെയ്തു. പിന്നെ നമ്മൾ ക്യാൻസൽ ചെയ്ത് പ്ലസ് സി ടിയും മൈനസ് സി ടിയും നമ്മൾ ക്യാൻസൽ ചെയ്തു. ഈ എക്സും കൂട്ടിയപ്പോ 2x കിട്ടി. ഈ എക്സ് സ്ക്വയറും കൂട്ടിയപ്പോ മൈനസ് 2x സ്ക്വയർ കിട്ടി. ഈ സി സ്ക്വയർ ടി സ്ക്വയറും കൂട്ടിയപ്പോൾ മൈനസ് 2c സ്ക്വയർ ടി സ്ക്വയർ കിട്ടി. ഇനി ഇതിൽ നിന്ന് ഈ 2 നമുക്ക് എടുക്കാം. അപ്പൊ a ഇൻറ്റു ആ 2 ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ ടി സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടുന്ന ഡിഫ്ലക്ഷൻ y of xt ആൻസർ. y of xt ആൻസർ എന്താണ്? a ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ ടി സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മൾ D'Albert സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ f of xt എന്നുള്ളത് 1/2 into f of x plus ct plus f of x minus ct എന്നുള്ളത് നമ്മൾ
ഓർത്ത് വെക്കുക. അതിൽ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് എന്നുണ്ടാവും. അതിൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി ടി കണ്ടുപിടിക്കുക, എഫ് ഓഫ് എക്സ് മൈനസ് സി ടി കണ്ടുപിടിക്കുക. അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ ടി സ്ക്വയർ. ഓക്കെ, അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കാം. എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ.